ഹായ് ഫ്രണ്ട്സ്, ജാക്സിന ബ്രദേഴ്സിൻ്റെ പുതിയൊരു വീട്ടിലേക്ക് എല്ലാവർക്കും ഒന്നും കൂടെ സ്വാഗതം. അപ്പോൾ നമ്മളിന്നൊരു ചെറിയൊരു അപ്ഡേഷനായിട്ടാണ് വന്നിരിക്കുന്നത്. കാരണമല്ല, നമ്മുടെ ജോഡിയിലുള്ള നമ്മൾ ഏകദേശം പിരുത്ത് കുഞ്ഞുങ്ങളൊക്കെ കൊത്തിനാറായി. പിന്നെ ഫീമെയിൽസും മെയിൽസും സെപ്പറേറ്റ് ആക്കി. അപ്പോൾ അതിൻ്റെയൊക്കെ ചെറിയൊരു വിശേഷമായിട്ടാണ് നമ്മളിപ്പോൾ വന്നത്. പിന്നെ ഒരു 2 ആഴ്ച കൂടെ കഴിഞ്ഞിട്ട് നമ്മൾ അന്ന് പറഞ്ഞ പോലെ കുറച്ച് പ്രായം കൂടെ ജോഡിയുടെ ഉണ്ട്. അപ്പോൾ അതിനെയും കൂടെ നമ്മൾ പറഞ്ഞ ജോഡി സെറ്റ് ചെയ്യുന്നതായിരിക്കും. അത് സെപ്പറേറ്റ് ഒരു വീഡിയോ ചെയ്യും. പിന്നെ നിലവിൽ നമ്മളൊരു അൺലിമിറ്റഡ് ലൈനേജിൽ നമ്മുടെ ഓൺ ബ്രീഡിങ് സ്റ്റോക്കിൽ കുറച്ച് ഒരു 5-6 കുഞ്ഞുങ്ങൾ കൊടുക്കാനുണ്ട്. അപ്പം അതിൻ്റെ വീഡിയോ നമ്മൾ അവസാനം കാണിക്കും. ബാക്കിയെല്ലാം നമുക്ക് കുറച്ച് ലൈനേജ് കീപ്പ് ചെയ്യാനും പറത്താനാക്കിയിട്ട് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ വലിയ പ്രാവുള്ള 5-6 കുഞ്ഞുങ്ങൾ സെയിലുണ്ട്. അപ്പോൾ അതും കൂടെ നമ്മൾ കാണിച്ചു തരാം. നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ദയവ് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സായിട്ട് ഷെയർ ചെയ്യുക. അപ്പോൾ നേരെ നമുക്ക് നമ്മുടെ വീഡിയോയിലോട്ട് പോകാം. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ തീരുന്ന ജോഡിയെല്ലാം നമ്മൾ പിരുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമ്മൾ ബാക്കി ഉള്ള പ്രാവിനെ സെറ്റാക്കാൻ പോവുകയാണ്. ഈ ഒരു മെയിൽ ഇതിലുള്ളതാണ്. ഒരു ജോഡി സെറ്റ് ചെയ്യണം. ഇതിൽ മാറ്റിയിട്ടുണ്ട്. ഇതിൽ 2 കുഞ്ഞിരിപ്പുണ്ട് കേട്ടോ. മെയിലാണ്, ഫീമെയിലിനെ തുറന്നു വിട്ടുകയാണ്. നമ്മളിപ്പോൾ 2 സെക്ഷനായിട്ടാണ് ഇറക്കുന്നത്. ഫീമെയിൽസും മെയിൽസും സെപ്പറേറ്റാണ് ഇറക്കുന്നത്. ഇതിപ്പം ഫീമെയിൽസ് ഉണ്ട്, നമ്മൾ മാറ്റിയിട്ട കുഞ്ഞുങ്ങളുമുണ്ട്. സെയിലിനുള്ള കുഞ്ഞുങ്ങൾ നമ്മൾ അവസാനം വീഡിയോ കാണിക്കുന്നതാണ്. പിന്നെ ഉള്ളത് നമ്മുടെ വലിയ മീനുണ്ട് വെള്ളക്കലങ്കയിൽ. പിന്നെ ഇവർക്ക് 2 കുഞ്ഞു ഒരുങ്ങിയിട്ടുണ്ട് കേട്ടോ. ഫീമെയിലിന് നമ്മൾ പുറത്ത് വിട്ടിരിക്കുകയാണ്. പിന്നെ നമ്മൾ തിരിച്ച് ലൈന് 2 കുഞ്ഞിരിപ്പുണ്ട്. ഫീമെയിലിനെ പുറത്ത് വിട്ടിരിക്കുകയാണ്. റെഡിയായി വരുന്നേ ഉള്ളൂ. ഇവരുടെ ഒരു കുഞ്ഞ് നമ്മൾ സെയിൽ ചെയ്യും. ഇവരെയും ഒരു കുഞ്ഞ് നമ്മൾ സെയിൽ ചെയ്യും. റെഡി ആകുമ്പോൾ പറയുന്നതായിരിക്കും. പിന്നെ ഇതിലെ മാറ്റി ഈ കൂട്ടിലുള്ള പ്രാവിനെ മാറ്റി. പിന്നെ ഇത് നമ്മളൊരു വലിയ പ്രാവിൻ്റെ മുട്ട മാറ്റി വെച്ചാണ് അങ്ങനെ അടിയിരിപ്പുണ്ട്. ഇതിലൊരു കുഞ്ഞുണ്ട്, അതിനിപ്പം പുറത്തോട്ടാക്കണം. പിന്നെ ഇതെല്ലാം നമ്മൾ കഴിഞ്ഞ സീസണിൽ വെട്ടി വെച്ച പ്രാവുകളാണ്. ഇതിത്ര മെയിലാണ് വെട്ടി വെച്ച പ്രാവ്. പിന്നെ ഇങ്ങോട്ട് വരണമെങ്കിൽ ഇതിൽ ഫുള്ളും മെയിൽസാണ് കേട്ടോ. നമ്മളിപ്പം ഭയങ്കര ഫുള്ള് മെയിൽസിൽ ഇതിലോട്ട് ആക്കിയിട്ടുണ്ട്. താഴെ ഫുള്ളും ഫീമെയിൽ, മുകളിൽ ഫുള്ള് മെയിൽസാണ്. നമ്മുടെ വലിയ പ്രാവുകളെല്ലാം നമ്മൾ ഇങ്ങോട്ട് ആക്കിയിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിൽ 2-3 പ്രാവ് ജോഡി പുതിയതായിട്ട് സെറ്റ് ചെയ്യാറുണ്ട്. പിന്നെ ഇതിലാണ് ഫീമെയിൽ എടുക്കണം. ഫീമെയിലാണ് നമ്മൾ പുറത്താക്കിയിട്ടുണ്ട്. കുഞ്ഞുങ്ങളും ഫീമെയിലായിട്ടാണ് നിൽക്കുന്നത് കേട്ടോ. അത് കഴിഞ്ഞ് നമ്മൾ ഈ കൂട്ടിലോട്ട് വരുമ്പോൾ ഇതിലെ ജോഡി നമ്മൾ മാറ്റിയിട്ടുണ്ട്. ഇതിലൊരു കുഞ്ഞ് സെയിലുണ്ട്. ഇത് നമ്മുടെ മെയിലാണ്. സബ്ജറൊക്കെ ഉള്ള അടുത്ത ജോഡി സെറ്റ് ചെയ്യുമ്പോൾ എടുക്കണം. പിന്നെ ഇവരിൽ കുഞ്ഞ് റെഡിയായി വരുന്നേ ഉള്ളൂ. ഒരാഴ്ച കൂടെ കഴിയുമ്പോൾ റെഡിയാവും. നമ്മുടെ ഷായിൽ ഫീമെയിൽ പുറത്ത് വിട്ടിരിക്കുകയാണ്. ഇതിൽ നിന്ന് ഒരു കുഞ്ഞ് നമ്മൾ സെയിലിനുണ്ട്. 2 കലനം കണ്ടാണ്, കിടിലൻ കുഞ്ഞുങ്ങളാണ്. പിന്നെ നമ്മുടെ സുർമ ഇതിൽ ഫീമെയിൽ പുറത്ത് വിട്ടിരിക്കുകയാണ്. കുഞ്ഞ് റെഡിയായി വരണേ ഉള്ളൂ. പിന്നെ ഇതിലെയും സെറ്റ് പൊട്ടിച്ച് കുഞ്ഞിനെയും ഫീമെയിലിനെ പുറത്ത് വിട്ടിട്ടുണ്ട്. ഇതിലെയും കുഞ്ഞ് പുറത്താണ്. ഇത് ധാര. അപ്പോൾ 2 കുഞ്ഞുണ്ട്, റെഡിയായി വരണേ ഉള്ളൂ. ഫീമെയിലിനെ പുറത്ത് വിട്ടിരിക്കുകയാണ്. 2 കുഞ്ഞുണ്ട്. ഇതിൽ നിന്ന് ഒരു കുഞ്ഞ് നമ്മൾ സെയിലായിരിക്കും. പിന്നെ താഴെ വരണമെങ്കിലും കുഞ്ഞിനെയും തള്ളയും പുറത്താക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി ഫീമെയിൽസിനെയൊക്കെ അകത്ത് കയറ്റിയിട്ട് ആണ് നമ്മൾ സെപ്പറേറ്റ് മെയിൽസിനെല്ലാം ഇറക്കുന്നത്. അപ്പോൾ ലാസ്റ്റ് നമുക്ക് കൊടുക്കാനുള്ള കുഞ്ഞുങ്ങളെ വീഡിയോ നമ്മൾ ഇടുന്നതായിരിക്കും. ഫ്രണ്ട്സ്, അപ്പോൾ അതാ നമ്മുടെ മെയിൽ പ്രാവുകളെല്ലാം നമ്മളിതാ തുറന്നു വിട്ടിട്ടുണ്ട് കേട്ടോ. ഫീമെയിൽസിനെല്ലാം നമ്മൾ മാറ്റിയിട്ടുണ്ട്. ഇതാ ഫീമെയിൽസ് എല്ലാം എന്താ ഇവിടെ കിടപ്പുണ്ട് കേട്ടോ. ഫീമെയിൽ പ്രാവുകളെല്ലാം എന്താ ഇവിടെ ഉണ്ട്. കുറേയൊക്കെ കുളിച്ച് റെഡിയായി നിൽക്കുന്നുണ്ട്. മെയിൽ പ്രാവുകളെല്ലാം നമ്മളിതാ പുറത്തിറക്കിയിട്ടുണ്ട്.
അപ്പോൾ ഇതാണ് നമ്മളെ ഫസ്റ്റ് കുഞ്ഞേട്ടാ സെയിലിനുള്ളത്. നല്ല കണ്ണാടിക്കാരയിൽ കറങ്ങക്കണ്ണിലാണ് കുഞ്ഞ് പറഞ്ഞത്. ഇതിൻ്റെ പാരൻസിൻ്റെ വീഡിയോ ആവശ്യമുണ്ടെങ്കിൽ ചോദിച്ചാൽ മതി, നമ്മൾ അയച്ചു തരാം. ഇത് എനിക്കിപ്പോൾ തന്നെ പറഞ്ഞു തരാം. നമ്മുടെ കോയമ്പത്തൂർ ലൈനേജാണ്. കണ്ണാടിക്കാര ഫീമെയിലും കണ്ണാടിക്കാര കലങ്ങക്കണ്ണിൽ മെയിലുമാണ് പാരൻ്റ് പറഞ്ഞത്. ഇതാണ് ഫസ്റ്റ് കുഞ്ഞ്. നമ്മളിതിൽ പിന്നിട്ടിങ്ങനെ വേറെ ഒന്നും കൊണ്ടല്ല, തുറന്നു വിടാൻ സമയത്ത് എണീറ്റ് പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ടൈമാണ് വെളി ഇറക്കണം, അതുകൊണ്ടാണ് നമ്മളിങ്ങനെ പിന്നിട്ട് വെച്ചിരിക്കുന്നത്. ഇതാണ് നമ്മളെ അടുത്ത 2 ചിക്കൻ പറയുന്നത്. ഇത് നമ്മളാ ഷൈലി മെയിലുടെയും റക്കമുള്ള ഫീമെയിലിൻ്റെ കുഞ്ഞുങ്ങളാണ്. ഒരു കുഞ്ഞ് വന്നിട്ട് വാലുള്ളവരാണ്, ഒരു കുഞ്ഞ് പറഞ്ഞാൽ ഒരു തിരിയിൽ സബ്ജയാണ്, ബാക്കിയെല്ലാം ഫുൾ വൈറ്റാണ്. ഒന്ന് കറക്റ്റ് സബ്ജ വാലിയാണ്. 2ഉം ഷൈലി തന്നെയാണ് കേട്ടോ. നല്ല അടിപൊളി കുഞ്ഞുങ്ങളാണ്. ഇതാണ് നമ്മൾ അടുത്ത കുഞ്ഞെന്ന് പറയുന്നത്. ഇത് നമ്മുടെ ചാമ്പ ഷൈലി മെയിലിൻ്റെയും ചാമ്പ ഫീമെയിലിൻ്റെയും കുഞ്ഞാണ് കേട്ടോ. നല്ല അടിപൊളിയൊരു കുഞ്ഞാണ്. നമ്മൾ അടുത്ത കുഞ്ഞെന്ന് പറഞ്ഞിട്ട് ഇതിൻ്റെ പാരൻസ് വന്നിട്ട് നമ്മൾ മഷപ്പുള്ളി മെയിലും ജാക്കോലി ഫീമെയിലുമാണ്. നല്ല ജാക്കപ്പുള്ളിയിലൊരു കിടിലം കുഞ്ഞാണ് കേട്ടോ. ജാക്കപ്പുള്ളിയിലാണ് കുഞ്ഞ് വന്നിരിക്കുന്നത്. ഇതാണ് നമ്മൾ അടുത്ത കുഞ്ഞ് വന്നിട്ട്. ഇത് വന്നിട്ട് നമ്മുടെ ജാക്കപ്പുള്ളി മെയിലിൻ്റെയും വെള്ളക്കലങ്ക ഫീമെയിലിൻ്റെയും കുഞ്ഞാണ്. പക്ഷേ ഇവർക്ക് ഇറങ്ങിയത് ചാമ്പ വാലിലാണ്. ചാമ്പ വഴിയിലാണ് ഒരു കുഞ്ഞടിച്ചത് കേട്ടോ. അവർക്ക് മെയിൽ വഴിയാണ് ചാമ്പ വാലിൽ. ഇനി വലുതാകുമ്പോൾ തെളിയുമായിരിക്കും. അപ്പോൾ ഇതാണ് നമ്മൾ അടുത്ത കുഞ്ഞ്. നമ്മൾ ഇതിൻ്റെ പാരൻസ് വന്നിട്ട് നമ്മുടെ ഫസ്റ്റ് ജോഡി കുടുംബി കൊണ്ട എന്ന് പറയും. കൊണ്ട മെയിലിൻ്റെയും ജാക്ക് ഷൈലിയുടെയും കുഞ്ഞാണ്. കോയമ്പത്തൂർ ലൈന് പ്രാവാണ്. കിടുക്കാച്ചൊരു ജാക്കിപ്പുണ്ണിലൊരു കുഞ്ഞാണ്. അപ്പോൾ ഇത് വന്നിട്ട് നമ്മളെ ഗൊല്ലു റക്കോള്ളയും സുർമ റക്കോള്ളയുടെ ഒരു കുഞ്ഞാണ് കേട്ടോ. നല്ല കിടിലൊരു കുഞ്ഞാണ്. വെളിയിൽ ചാടാൻ വേണ്ടിയിട്ടാണ് നിൽക്കുന്നത്. ഫ്രണ്ട്സ്, അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ ഇപ്പോഴത്തെ വിശേഷങ്ങൾ എന്ന് പറയുന്നത്. കുഞ്ഞുങ്ങളൊക്കെ കണ്ടല്ലോ. കുഞ്ഞുങ്ങളെല്ലാം ടോപ്പ് ക്ലാസ് കുഞ്ഞുങ്ങളാണ്. അൺലിമിറ്റഡ് ലൈനിൽ ചേർന്ന കുഞ്ഞുങ്ങളാണ്. പാരൻസിനായാലും നിങ്ങൾക്ക് വീഡിയോയിൽ കഴിഞ്ഞൊക്കെ 2-3 വീഡിയോയിൽ കണ്ട പ്രാവിൻ്റെ നമ്മളെ മെയിൻ പ്രാവിൻ്റെ കുഞ്ഞുങ്ങളാണ് ഇപ്പോൾ നിലവിൽ സെയിലിന് വന്നിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യക്കാരുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ വിളിക്കുക, കോൺടാക്റ്റ് ചെയ്യുക. പിന്നെ നമ്മൾ ചീപ്പ് റേറ്റിന് കൊടുക്കുന്നതല്ല, വേറെ കൊണ്ടല്ല. നമ്മളെടുത്ത പാരൻസ് അത്യാവശ്യം നല്ല എമൗണ്ട് ആയിട്ടുണ്ട്. പിന്നെ അതുപോലെ നമുക്ക് ഇത്രയും പ്രാവും കൂടെ കൺട്രോൾ ചെയ്യാൻ പാടാണ്. അതാണ് നമ്മൾ കുറച്ച് പ്രാവ് കൊടുക്കുന്നത്. കുറച്ച് നമ്മൾ ഹോൾഡ് ചെയ്തിട്ടുണ്ട്. നമുക്ക് കുറച്ച് പ്രാവ് ഹോൾഡും ചെയ്ത് അടുത്ത ലൈനേജിന് കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ബാക്കി വന്നാൽ കുറച്ച് പറത്താനും വെച്ചിട്ടുണ്ട്. അതിൽ നിന്ന് നല്ല നോക്കിയാണ് നിങ്ങൾക്കും എടുത്ത് തരുന്നത്. അപ്പം റേറ്റും കാര്യങ്ങളും നമ്മൾ ഇതിലും പറയാം. ഒരു കുഞ്ഞിന് നമ്മൾ 1000 രൂപ വെച്ചാണ് ഉദ്ദേശിക്കുന്നത്. അപ്പം ആവശ്യക്കാരുണ്ടെങ്കിൽ വിളിക്കുക. ഒരു പ്രാവ് കൂടുതലെടുത്താൽ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്തൊക്കെ കൊടുക്കാം, കുഴപ്പമൊന്നുമില്ല. കാരണം പ്രാവ് കൺഫേമാണ് പറഞ്ഞില്ലെങ്കിൽ നമ്മൾ പറക്കാതിരിക്കില്ല. പ്രാവ് കൺഫേം പറഞ്ഞിരിക്കും. നമ്മൾ അത് ഗ്യാരണ്ടി പറഞ്ഞു തന്നെ കൊടുക്കണം. അപ്പം പാരൻസ് ആയാലും പറഞ്ഞ ബേഡ്സ് തന്നെയാണ്. കുഞ്ഞുങ്ങൾ കൺഫേം പറഞ്ഞിരിക്കും. അത് നിങ്ങൾ പേടിക്കേണ്ട ഒരു കാര്യമില്ല. അപ്പോൾ വേണ്ടവർ എൻ്റെ നമ്പറിൽ വിളിച്ചാൽ മതി, അല്ലെങ്കിൽ വാട്സപ്പ് ചെയ്താലും മതി, കുഴപ്പമില്ല. അത് കുഞ്ഞാണ് ആവശ്യമുള്ളത്, ആ കുഞ്ഞുങ്ങൾക്ക് വാട്സപ്പ് ചെയ്താൽ മതി, കുഴപ്പമില്ല. നമ്മൾ അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും പറയുന്നതായിരിക്കും. ഇപ്പം വേറെ പ്രത്യേകിച്ച് വിശ്വാസമൊന്നുമില്ല. ഇപ്പം പാട്ടേക്കണ വേറെ ഒന്നുമില്ല. കോവലോട് ഉത്സവം നടക്കണം, അതിൻ്റെ പാട്ടാണ് കേൾക്കണത്. ഇതൊക്കെ ഉള്ളൂ. അപ്പം ഇനി കുറച്ച് പ്രാവും കൂടെ റെഡിയാവുന്നുണ്ട്. അതും കൂടെ റെഡിയായിട്ട് അതിൻ്റെ ഒരു വീഡിയോ കൂടി ചെയ്യും. പിന്നെ നമ്മൾ പുതിയ സെറ്റ് ചെയ്യേണ്ട കുറച്ച് ജോഡികളുമുണ്ട്. ആ ജോഡി റെഡിയാകുമ്പോൾ അതിൻ്റെ അടുത്തൊരു വീഡിയോ നമ്മൾ ചെയ്യണമായിരിക്കും. അതുവരെ ഗുഡ് ബൈ.